മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ജോലിക്കായി കേരള പോലീസിന് അനുവദിച്ച പുതിയ സ്പീഡ് ബോട്ട് 2 മാസമായി കട്ടപ്പുറത്ത്. ബോട്ടിന്റെ വിലയായ 39.5 ലക്ഷം രൂപ ബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് ഇതുവരെ നൽകിയിട്ടില്ല. പണം നൽകാതെ സർവീസ് നടത്തില്ല എന്നാണ് കമ്പനി നിലപാടെടുത്തിരിക്കുന്നത്. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതീവ സുരക്ഷാ മേഖലയെ മുല്ലപ്പെരിയാറിൽ കേരള പോലീസിന് ഒരു സ്റ്റേഷനും ഡിവൈഎസ്പി ഉൾപ്പെടെ 140 പോലീസുകാരും ജോലി ചെയ്യുന്നുണ്ട്. സുരക്ഷാ ജോലിക്ക് പോകുന്ന പോലീസുകാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് പുതിയ സ്പീഡ് ബോട്ട് അനുവദിച്ചത്. തേക്കടി ബോട്ട് ലാൻഡിംഗിൽ നിന്ന് അരമണിക്കൂറിൽ മുല്ലപ്പെരിയാർ എത്താൻ കഴിഞ്ഞിരുന്നു. പുനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സണ്ണി ബോട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 39,50,000 രൂപയ്ക്കാണ് ബോട്ട് വാങ്ങിയത്. 150 കുതിരശക്തിയിൽ പെട്രോൾ ഓൺ ബോർഡ് എഞ്ചിനുള്ള 15 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ട്. 2024 ഏപ്രിലിൽ ബോട്ട് തേക്കടിയിലെത്തിച്ചെങ്കിലും സർവീസ് ആരംഭിക്കുന്നത് ഒക്ടോബറിലാണ്. 20 മണിക്കൂർ ഓടിയ ശേഷമുള്ള പീരിയോഡിക് സർവീസിനായി കമ്പനി അധികൃതർക്ക് കത്ത് നൽകിയപ്പോഴാണ് ബോട്ടിന്റെ തുക നൽകിയിട്ടില്ലെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത്. പണം നൽകിയാൽ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ എന്നും സ്വന്തം നിലയിൽ സർവീസ് നടത്തിയാൽ ബോട്ടിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് ഉത്തരവാദിയല്ലെന്നും കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് 2 മാസമായി ബോട്ട് കരയ്ക്കടുപ്പിച്ചിരിക്കുന്നത്. ബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് തുക നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ആസ്ഥാനത്ത് നിന്നാണ് നടപടിയെടുക്കേണ്ടത്. 24 ഇടുക്കി.